നമസ്കാരം. ചർച്ചയ്ക്ക് നടുവിൽ ബോംബിട്ട് അമേരിക്ക. ഇറാന്റെ കപ്പൽപ്പട അമേരിക്കൻ തീരം കത്തിച്ചിരിക്കുന്നു. ഇറാനെ മുട്ടുകുത്തിച്ചെന്ന് ട്രംപിന്റെ വലിയ അവകാശവാദങ്ങൾ വരുന്നുണ്ട്. ആണവശേഖരം US നശിപ്പിക്കുമെന്നും സൗജന്യ കപ്പൽ യാത്രയ്ക്ക് ഹോർമുസ് തുറക്കുമെന്നൊക്കെ ട്രംപിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നുണ്ട്. മാസ് ഡയലോഗ് വെറും നനഞ്ഞ പടക്കമെന്ന് ഇറാൻ തിരിച്ചും പറയുന്നുണ്ട്. $12 ബില്യൺ തരാതെ അടുത്ത ഒരു കളിയുമില്ല എന്നും ആണവ കേന്ദ്രങ്ങൾ തൊട്ടാൽ കൈകൊള്ളുമെന്ന് ടെഹ്റാൻ പറയുമ്പോഴും അമേരിക്കൻ ഭീഷണിയെ പാടെ തള്ളിക്കളയുകയാണ് ഇറാൻ. ഇറാനുമായിട്ട് സമാധാന കരാറിൽ ഒപ്പുവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയാതെ പോവുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുന്നതിനായിട്ട് താൻ ദീർഘനാൾ സിറ്റുവേഷൻ റൂമിൽ യോഗം ചേരുകയാണ് എന്ന് ദീർഘമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് സമ്മതിക്കണമെന്നും തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ പോസ്റ്റിൽ ശക്തമായിട്ടുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഹോർമൂസിൽ ട്രംപിന്റെ അവകാശവാദം ഇറാൻ തള്ളിക്കളയുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ ഇറാൻ ഉടനടി നീക്കം ചെയ്യുമെന്നും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധം ഇനി നീക്കം ചെയ്യുമെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു. അപ്പോൾ ഇതിലൂടെ എണ്ണ കപ്പലുകൾക്കും മറ്റ് ചരക്ക് കപ്പലുകൾക്കും വീണ്ടും സർവീസ് ആരംഭിക്കുവാൻ സാധിക്കും. എന്നാൽ ഈ നിബന്ധനകളോട് ഇറാൻ പൂർണ്ണമായിട്ട് യോജിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലോ ട്രംപിന്റെ അന്തിമ തീരുമാനത്തിന് മുന്നോടിയായിട്ട് US ഉപരോധം യഥാർത്ഥത്തിൽ പിൻവലിച്ചിട്ടുണ്ടോ എന്നതിലോ നിലവിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല. ഇറാനിൽ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം അമേരിക്ക പുറത്തെടുത്ത് പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്നിവയുമായിട്ട് അടുത്ത ഏകോപനത്തിലും സഹകരണത്തിലും മാത്രമായിരിക്കും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകാൻ പോകുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾക്ക് പകരമായിട്ട് ഇറാൻ സാമ്പത്തിക നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതായും ഇതിന് പകരമായിട്ട് വൈറ്റ് ഹൗസ് ചില നിക്ഷേപങ്ങൾ നടത്താമെന്ന ആശയം മുന്നോട്ട് വെച്ചതായിട്ടുമുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് പുതിയ ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഇരു രാജ്യങ്ങളും തമ്മിൽ യാതൊരുവിധ പണമിടപാടുകളും നടത്തുകയില്ല എന്ന് ട്രംപ് തന്നെ തുറന്നു പറയുകയും ചെയ്തു. വളരെ കുറഞ്ഞ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ഇരുപക്ഷവും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുള്ളത് എന്നുകൂടി ട്രംപ് കൂട്ടി പറയുന്നുണ്ട്. ട്രംപ് ഇറാനുമായിട്ടുള്ള പുതിയ സമാധാന കരാറിനെ കുറിച്ച് നടത്തിയ പ്രസ്താവനകളെ പൂർണ്ണമായും തള്ളി ഇറാന്റെ സൈനിക അനുകൂല മാധ്യമങ്ങൾ രംഗത്തെത്തി. ട്രംപിന്റെ വിവരണം സത്യവും അസത്യവും കലർന്നതാണ് എന്നും ടെഹ്റാന്റെ പരിഗണനയിലുള്ള യഥാർത്ഥ വ്യവസ്ഥകളെ പ്രതിഫലിപ്പിക്കുന്നതല്ല എന്നും അവർ വ്യക്തമാക്കുമ്പോഴും ട്രംപിന്റെ പരാമർശങ്ങൾ അമേരിക്കയുടെ ഒരു വ്യാജ വിജയം ലോകത്തിന് മുന്നിൽ കാണിക്കുവാനുള്ള ശ്രമം മാത്രമാണ് എന്നാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള ഫോഴ്സ് വാർത്താ ഏജൻസി അടക്കം റിപ്പോർട്ട് ചെയ്തത്. യാതൊരു ഫീസോ നിബന്ധനകളോ ഇല്ലാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു നൽകാൻ ഇറാൻ ബാധ്യസ്ഥരാണ് എന്ന ട്രംപിന്റെ വാദം ടെഹ്റാൻ പൂർണ്ണമായിട്ടും നിഷേധിച്ചു. ചർച്ച ചെയ്യുന്ന കരട് രേഖയിൽ അത്തരമൊരു വ്യവസ്ഥ ഇല്ല എന്നും അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം പൂർണ്ണമായി പിൻവലിച്ചതിന് ശേഷം മാത്രമേ കടലിടുക്ക് തുറക്കൂ എന്നും അവർ വ്യക്തമാക്കി. അപ്പോൾ കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ പരിശോധന, നിരീക്ഷണം, സുരക്ഷാ നടപടികൾ എന്നിവയെല്ലാം ഇറാന്റെ സ്വന്തം ക്രമീകരണങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമായിരിക്കും നടക്കുക എന്നുള്ളതാണ്. ഇറാൻ തങ്ങളുടെ ആണവ സാമഗ്രികൾ പൊളിച്ചു മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്യുമെന്ന ട്രംപിന്റെ അവകാശവാദവും തികച്ചും അടിസ്ഥാനരഹിതമാണ്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്യുന്ന ധാരണാപത്രത്തിൽ ഇത്തരമൊരു വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടില്ല. ചർച്ചകൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇറാൻ പ്രധാനമായിട്ടും രണ്ട് കടുത്ത ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. നിലവിൽ അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന $12 ബില്യൺ ഇറാനിയൻ ആസ്തികൾ ഉടനടി വിട്ടുകിട്ടണം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ ഫണ്ട് പൂർണ്ണമായിട്ടും ലഭിക്കാതെ അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് കടക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. ഹിസ്ബുള്ളയുടെ നിലപാടിന് അനുസൃതമായിട്ട് ലെബനിൽ പൂർണ്ണമായിട്ടും വെടിനിർത്തൽ നടപ്പിലാക്കുക എന്നതാണ് രണ്ടാമത്തെ പ്രധാന ആവശ്യം. ഉത്തരവാദിത്തത്തിന് പകരം ഉത്തരവാദിത്തം എന്ന രീതിയിലുള്ള ഈ നിർദ്ദിഷ്ട കരാർ നിലവിൽ ഇറാന്റെ പരിഗണനയുടെ അവസാന ഘട്ടത്തിലാണ്. എന്നിരുന്നാലും അമേരിക്കയോടുള്ള പൂർണ്ണമായിട്ടുള്ള അവിശ്വാസവും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാര അതിർവരമ്പുകളും ഒക്കെ മുൻനിർത്തി എങ്കിൽ മാത്രമേ ഇറാൻ ഏതൊരു അന്തിമ കരാറിലും ഒപ്പുവെക്കുകയുള്ളൂ എന്നുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വളരെ അവിശ്വാസകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ഈ ഇപ്പോഴത്തെ കരാറുകളും ഒപ്പുവെക്കില്ല എന്നതാണ്. ട്രംപ് ഒപ്പുവെക്കാതെ മാറിപ്പോകും. യുദ്ധം ആരംഭിക്കുവാൻ വളരെ ഈസിയായിരിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ സമാധാന ചർച്ചകൾ, യുദ്ധം എങ്ങനെ നിർത്താമെന്നുള്ള ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുന്നു എന്ന് പറയപ്പെടുന്ന സാഹചര്യത്തിൽ ആ ചർച്ചകൾക്ക് നടുവിലിട്ട് അമേരിക്ക ബോംബിട്ട് നശിപ്പിക്കുകയാണ്.
ഇറാന്റെ കപ്പൽപ്പട അമേരിക്കൻ തീരം കത്തിച്ചു മുന്നേറുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ സമാധാന ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല. സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് തന്നെ അവരവരുടെ ഓരോരോ ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഏതു വിധേനയും ഇറാനുമേൽ അവരുടെ അധീശത്വം കാണിക്കുവാനുള്ള എല്ലാ കുറുക്കുവഴികളും ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ ഇറാന്റെ കപ്പൽപ്പടയുടെ തേരോട്ടം എന്ന് പറയപ്പെടുന്നത് വാഷിംഗ്ടൺ തീരങ്ങളിലേക്ക് എത്തപ്പെടും. അമേരിക്കൻ തീരങ്ങൾ താണ്ടി വാഷിംഗ്ടണിലേക്ക് എത്തപ്പെടും. വാഷിംഗ്ടണിൽ അവർ അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യത്തെയും രാജ്യത്തിന്റെ പ്രഥമ പൗരനെ അടക്കം കത്തിച്ച് ചാമ്പലാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും എത്തുവാൻ കഴിയും. അതുകൊണ്ട് യുദ്ധം അവസാനിക്കുന്നില്ല. സമാധാന ചർച്ചകൾ പോലും വളരെ കൃത്യമായി നടക്കുന്നില്ല. സമാധാന ചർച്ചകളിലേക്ക് ഇങ്ങനെ തീ കൊളുത്തി എറിയുന്ന സമീപനം സ്വീകരിക്കുന്ന അമേരിക്കയോട് എന്താണ് ഇറാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.